പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനമാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം യേശുക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? നാം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയാണ്. നാം എല്ലാവരും നിത്യരക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. നാം സുവിശേഷം ലോകമെങ്ങും അറിയിച്ച് ശരിയായ ജീവിത രീതി തിരഞ്ഞെടുത്ത് നന്മയിൽ വളർന്ന് നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാം മാത്രമല്ല, മറ്റുള്ളവരെയും നിത്യരക്ഷ പ്രാപിക്കാൻ തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നാം നടത്തേണ്ടത്. അതാണ് ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും സുവിശേഷം പ്രസംഗിക്കുക സാധ്യമായെന്ന് വരികയില്ല. എന്നാൽ ജീവിതം കൊണ്ട് സുവിശേഷമാകുവാനും സുവിശേഷം ഏകുവാനും നമുക്ക് കഴിയും. നമ്മുടെ ശത്രുക്കളോട്, നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട്, അവരെ സ്നേഹിച്ചുകൊണ്ട്, അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് നാം ജീവിക്കുമ്പോൾ നാം സുവിശേഷം ആകുകയും സുവിശേഷം ഏകുകയും ചെയ്യുന്നവരായി മാറും. മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും നാം ശ്രമിക്കുമ്പോൾ നാം ഫലം പുറപ്പെടുവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ് ചെയ്യുന്നത്. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗ്രതയോടെ വർത്തിക്കുക, മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുക, അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക, ക്ഷമ കൈവിടാതിരിക്കുക. അപ്പോൾ നമ്മുടെ പ്രബോധനത്തിൽ നാം ശ്രദ്ധിക്കണം. വചനം ദൈവം തന്നെയാണ്. യോഹന്നാൻ 1:1 നാം കാണുന്നത് അതാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവം തന്നെയായ വചനത്തിനാണ് നമ്മെ രക്ഷിക്കുവാൻ, നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വചനം പ്രഘോഷിക്കുക, യേശുവിനെ മറ്റുള്ളവരെ അറിയിക്കുക, മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക, ഇതെല്ലാമാണ് ഫലം പുറപ്പെടുവിക്കുക എന്നുദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ പാപികളുടെ മാനസാന്തരത്തിനായി കാഴ്ചവെക്കുന്നതും പാപികൾ മാനസാന്തരപ്പെടുകയും നിത്യരക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നതും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മറ്റൊരു വഴിയാണ്. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന വഴി പാപാന്തകാരത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് പാപബോധവും മാനസാന്തരവും ഉണ്ടാകുന്നത് ഫലം പുറപ്പെടുവിക്കുന്ന പ്രവർത്തികളാണ്. യേശുവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെയും നിത്യരക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുക ഫലം പുറപ്പെടുവിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് പാപികളെ കഴുകണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അനേകരുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയും അവർക്ക് മാനസാന്തരം ഉണ്ടാകുകയും ദൈവരാജ്യം അന്വേഷിക്കുന്നവരായി മാറുകയും ചെയ്യും. മാനസാന്തരം ഉണ്ടാകുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ നല്ലൊരു ജീവിതം നയിക്കണമെന്നുള്ള ചിന്ത ഉണ്ടാകുകയും അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ദൈവമക്കളായി നമുക്ക് മാറാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.